നമസ്കാരം, ബിനോജ് ദ സോളാർ എക്സ്പെർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉള്ളത്, ഈ ഓണക്കാലത്ത് നമ്മളുള്ളത് അനന്തു എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിലാണ്. അനന്തു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അനന്തു ഈ തേവക്കൽ നിന്ന് തെങ്ങോട് പോകുന്ന റോഡിൽ, അതായത് ഇൻഫോ പാർക്കിലോട്ടൊക്കെ പോകുന്ന റോഡിലായിട്ടാണ്, സൈഡിലായിട്ടാണ് വീട് വെച്ച് താമസിക്കുന്നത്. ഇത് ഒരു കേരളീയ ശൈലിയിലുള്ളൊരു മനോഹര ഒരു വീടാണ് അനന്തോടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്ത് ഇങ്ങനത്തെ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. തനി കേരളീയ ശൈലി തന്നെ, ഏറ്റവും നൂതനമായ സാങ്കേതിക സൗകര്യങ്ങളും ടെക്നോളജിയും അതിനുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് എന്നാൽ ഒരു പഴയ കേരള സ്റ്റൈലിൽ പണിതേക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ ക്ലാഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഫർണിച്ചറുകളൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ ഉപയോഗിച്ചാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇത്. നമ്മളിവിടെ ഒരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റാണ് വെച്ചേക്കുന്നത്. ടാറ്റ പവർ സോളാറിൻ്റെ 5 കിലോവാട്ടിൻ്റെ പ്ലാന്റാണ് വെച്ചേക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ലോണിലാണ് അത് വെക്കാൻ സാധിച്ചത്. നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നതാണ്. നമ്മൾ വെക്കുന്ന എല്ലാ സോളാറുകാരെയും നമ്മളിടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവർക്ക് പിന്നീട് നമ്മളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർക്കൊരു കോൺഫിഡൻറ്റ് വേണമല്ലോ, നമ്മളിത് വെച്ചിട്ടുള്ള ആൾ ഇതൊക്കെ നോക്കാൻ പ്രാപ്തനാണെന്നുള്ളൊരു ബോധ്യം അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എൻ്റെ സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്. ഇപ്പോൾ 25 വർഷമായിട്ട് ഞാൻ ഈ ഇൻവെർട്ടർ മേഖലയിലും സോളാർ മേഖലയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഏകദേശമുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട്. ഞാൻ കസ്റ്റമറുടെ ആംഗിളിൽ നിന്നിട്ടാണ് ഓരോ കാര്യങ്ങളെയും ഞാൻ കാണുന്നത്. ഞാൻ കൊടുത്ത ഓരോ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലും എനിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുമായിട്ട് മാത്രമാണ് ഞാൻ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കസ്റ്റമർക്കും നാളെ അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഒരു ഡീലർഷിപ്പിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് ഉള്ള പ്രോബ്ലംസൊക്കെ കുറവാണ്. കാരണം എല്ലാ തരത്തിലും ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലും KCB ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് മറ്റൊന്നും കുറവ് വരാണ്ട് നമുക്കത് പോകാൻ കഴിയുന്നത് നമ്മൾ ഈ വർഷങ്ങളായിട്ട് ചെയ്തു വെച്ച ഈ പ്രവർത്തനങ്ങളാണ്. നമ്മളിപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. നമ്മുടെ വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ നല്ലൊരു കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കസ്റ്റമർ ബാക്കപ്പ് നമുക്കുണ്ട്. ആ ബാക്കപ്പിൻ്റെ പുറത്താണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വീടുകളിൽ തന്നെ ഇൻവെർട്ടർ വെക്കുന്നു, അതിനുശേഷം സോളാർ വെക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ചാർജിങ് സ്റ്റേഷനുകൾ വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഇന്നോവേറ്റീവായ രീതിയിലോട്ട് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ആകുന്ന വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അനന്തു നമ്മുടെ ഒപ്പം ഉണ്ട്. അനന്തു ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കും. അനന്തുവിൻ്റെ വാക്കുകൾ കൂടി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എൻ്റെ പേര് അനന്തു എന്നാണ്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാനിവിടെ തേവക്കൽ തെങ്ങോട് റോഡിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കടുത്ത വേനലൊക്കെ വന്നപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഉപയോഗം ഏകദേശം ഒരു ട്വൈസ് മന്തിലെ ബില്ലെന്ന് പറയുന്നത് ഏകദേശം ഒരു 11,000 അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് വന്നു. അപ്പോഴാണ് ഞാൻ സോളാറിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വിനോജിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ വിനോജ് മുഖേന നമ്മൾ ടാറ്റയുടെയാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. നമ്മൾ സ്ഥാപിച്ചത് 5 കിലോവാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം എല്ലാം ഓൺലൈനായിരുന്നു കംപ്ലീറ്റ്ലി. നമ്മൾ ലോൺ എടുത്തായിരുന്നു. ലോണിൻ്റെയും പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഓൺലൈനിലായിരുന്നു. നമുക്ക് KCB പോവുക അല്ലെങ്കിൽ വേറെ ഫർദർ ഡോക്യുമെൻ്റ് എല്ലാം വളരെ ഈസി ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ഏകദേശം അതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ സബ്സിഡി ആയിട്ടൊരു 78,000 റുപ്പീസ് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ എല്ലാവരെയും സോളാർ വെക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സോളാർ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലാദ്യം വന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീലക്ഷ്മി ഓട്ടോ ഇലക്ട്രിക്കൽസ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അവരായിട്ട് നേരത്തെ തന്നെ നമ്മുടെ വീട്ടിൽ UPS അല്ലെങ്കിൽ ഇൻവെർട്ടർ വെച്ചുള്ള പരിചയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 2-3 ഫീഡ്ബാക്ക് ചോദിച്ചായിരുന്നു. അപ്പോൾ കുറേ നാളുകളായിട്ട്
നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സർവീസിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചാൽ ആൾ വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ വിനോദ് ചേട്ടനെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇനി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിനോദ് ചേട്ടനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 1-2 പ്ലാന്റ് വെച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് ലോക്കൽ ഡീലേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇവർ മോർ ദാൻ 200 പ്ലാൻസ് അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊരു ട്രസ്റ്റഡ് ബ്രാൻഡാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആവാറാവുന്നു. ഞാനിതുവരെ എൻ്റെ ഭാഗത്തു നിന്നായിട്ട് പ്രത്യേകിച്ചുള്ള മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ നമ്മൾ ടാറ്റയിൽ നിന്ന് 2 പ്രാവശ്യം വന്നിട്ട് ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ അവർ ചെയ്തായിരുന്നു. എൻ്റെ എർത്തിങ് പ്രോപ്പറാണോ അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആകെ ഒരു മെയിൻ്റനൻസ് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാനലൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഇപ്പോൾ മഴയുള്ള സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ വേനൽക്കാലത്ത് പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് മാത്രമാണ് അതിനകത്ത് മെയിൻ്റനൻസ് ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു തലവേദന അതിനകത്തില്ല. നമ്മൾ ലോണായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ലോണിൻ്റെ EMI വരുന്നത് ഏകദേശം ഒരു 4000 രൂപയാണ് ഒരു മന്ത്ലി വരുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2 മാസത്തെ ബില്ലെന്ന് പറയുന്നത് ഏകദേശം ഒരു 12000 അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു 11000 രൂപയ്ക്കായിരുന്നു നമ്മുടെ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ EMI 2 മാസത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 8000 രൂപ വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു ലാഭമുണ്ട്. ഒരു 2000-3000 രൂപ അടുത്ത് നമുക്ക് ലാഭമുണ്ട്. അതുകൂടാതെ തന്നെ ഈ നമ്മുടെ ലോണിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ പ്ലാന്റ് പിന്നെ നമ്മുടെ ആണല്ലോ. പിന്നെ നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മുടെ പ്രോഫിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ നമ്മൾ സോളാർ വെച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് തുടങ്ങി. അതുവഴി നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം ഒരുവിധം നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കറണ്ട് ബില്ല് ഓഫ് ഈ ജൂലൈ മാസങ്ങളിലൊക്കെ വരുന്നത് ഏകദേശം ഒരു 320 അല്ലെങ്കിൽ 280, 340 ആ താരിഫിലാണ് വരുന്നത്. അത് നമ്മുടെ ഉപയോഗം അനുസരിച്ച് സ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും. നമ്മളിവിടെ ടാറ്റയുടെ സോളാറാണ് വെച്ചേക്കുന്നത്. ടാറ്റയുടെ സോളാറിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ടാറ്റ ഒരു സോളാർ പാനലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം മാത്രമല്ല കൊടുക്കുന്നത്, ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇൻവെർട്ടർ സോളിസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻവെർട്ടറാണ്. പക്ഷേ അത് ടാറ്റ ബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. അതേപോലെ DV ബോക്സുകൾ നമ്മൾ ഏതിലെടുത്താലും ടാറ്റയുടെ ബ്രാൻഡിങ് ഉണ്ടാവും. അതായത് ടാറ്റ ഏറ്റവും സാധനങ്ങളുടെയും വാറൻറ്റി കൊടുക്കുന്ന ടാറ്റ നേരിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഐറ്റം എന്നുള്ള നിലക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിലോട്ട് പോകുന്നില്ല. പകരം ഓൾ ഓവർ ഈ പ്ലാന്റിൻ്റെ മൊത്തം വാറൻറ്റി കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ സർവീസും എല്ലാം ടാറ്റയിലാണ് അധിഷ്ഠിതമാണ്. അത് ഇങ്ങനെ ഇന്ത്യയിൽ വളരെ ചുരുക്കം കമ്പനികളാണ്. ഏറ്റവും ആദ്യം ടാറ്റ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പാനൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ മാനുഫാക്ചേഴ്സ് മാത്രമാണ്. അവരാരും തന്നെ പ്ലാന്റ് മൊത്തത്തിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റയുടെ കസ്റ്റമേഴ്സിന് എല്ലാ കാര്യത്തിനും ടാറ്റേനെ ഒറ്റയ്ക്ക് ബന്ധപ്പെട്ടാൽ മതിയാവും. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഒരു ബ്രാൻഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ള ടാറ്റയുടെ സോളാറുകളാണ്. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ടാറ്റയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ടാറ്റയുടെ ഇത് വന്ന് സൈറ്റ് സർവേ എടുത്തിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോൾ നാളെ ഒരു സ്ഥലത്ത് പോയിട്ട് ഫീസിബിൾ അല്ലാത്തൊരു സ്ഥലത്ത് സോളാർ പ്ലാന്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ കാര്യത്തിൽ പോസിബിളേ അല്ല. ടാറ്റയുടെ കുറച്ചും കൂടി ഇതാണ്, മോണിറ്ററിങ് സിസ്റ്റം കുറച്ചും കൂടി കൂടുതലാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ടാറ്റയുടെ ഭാഗത്ത് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ ഓൾ ഓവർ എപ്പോഴും ഒരു 2 ടൈം 3 ടൈമിലുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് കുറേയും കൂടി ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.